അൽഹംദുലില്ലാഹ്. വളരെ അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മദനീയം അനുവാചകരോടൊപ്പം കൂടാൻ സാഹചര്യമുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സ്വീകരിക്കുകയും ഇരുലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് മിനായിൽ നിന്ന് ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനയിൽ ഇരിക്കുമ്പോൾ രണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഒന്ന് സഖീഫ് ഗോത്രക്കാരനായ ഒരാളും മറ്റൊന്ന് ഒരു അൻസ്വാരിയുമാണ്. രണ്ടാളും വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ തങ്ങളോട് ചോദിക്കാനുണ്ട്, അതിന് വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങൾ നിശബ്ദമായിട്ട് അത് കേട്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കലാണെങ്കിൽ ഞാൻ മൗനമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ട് മറുപടി പറയാം. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാമെന്ന കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു, അതിന് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഹജ്ജിൻ്റെ ഓരോ ഘട്ടങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ജിഅ്തനി തസ്അലുനി അൻ മഖ്റജിക മിൻ ബൈതിക തഉമ്മുൽ ബൈത്തുൽ ഹറാം. ബൈത്തുൽ ഹറാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വമാ ലക ഫീഹി, അതിലെന്താണുള്ളത്, എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വഅൻ റകഅതൈക ബഅദ തവാഫി വമാ ലക ഫീഹിമാ, തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വഅൻ തവാഫിക ബൈന സ്വഫാ വൽ മർവ വമാ ലക ഫീഹി, സ്വഫാ മർവക്കിടയിൽ സഈ ചെയ്താൽ എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വഅൻ വഖൂഫിക അശീഅത അറഫ വമാ ലക ഫീഹി, അറഫയിൽ നിന്നിട്ട് എന്താ കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വഅൻ റമ്മീക്കൽ ജിമാറ വമാ ലക ഫീഹി, ജംറ എറിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വഅൻ നഹരിക വമാ ലക ഫീഹി, അറവ് നടത്തിയാൽ എന്താ കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. ഇഫാലത്തിന് എന്താണ് കിട്ടുക എന്നല്ലേ ചോദിക്കാൻ വന്നത്. വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യപ്രസ്ഥാനവുമായി നിയോഗിച്ച അള്ളാഹു തന്നെ സത്യം. ലഅൻ ഹാദാ ജിഅ്തു അസ്അലുക. അപ്പോൾ സ്വഹാബികൾ ചോദിക്കാൻ വന്നവർ പറഞ്ഞു, അതെ, അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യകർത്താക്കൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഉള്ളിലിരുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വിശദീകരണം കൊടുക്കാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫഇന്നക ഇദാ ഖറജത മിൻ ബൈതിക തഉമ്മുൽ ബൈത്തുൽ ഹറാം, മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, വലാ തളഉ നാഖതുക ഖുഫൻ, നിങ്ങളുടെ വാഹനം ഒരു ചുവടും വെച്ചിട്ടില്ല, വലാ തർഫഉഹു, അത് ഉയർത്തിയിട്ടുമില്ല, അഥവാ ഓരോ ചുവടുകൾക്കും ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസന, അള്ളാഹു ഓരോ നന്മകൾ രേഖപ്പെടുത്തും. അപ്പോൾ ഒരു ഹാജി നാട്ടിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന ഓരോ ചുവടുകൾക്കും അള്ളാഹു തആല നന്മകൾ രേഖപ്പെടുത്തും. വമഹാ അൻക ഖതീഅതൻ, ഓരോ ചുവടുകൾക്കും പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും. വഅമ്മാ റകഅതാക ബഅദ തവാഫി, തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് കൊണ്ട് കഇത്ഖി റഖബത്തിൻ മിൻ ബനി ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് ഒരടിമയെ മോചിപ്പിച്ച കൂലി കിട്ടും. അപ്പോൾ ഒരു വളരെ മൂല്യമുള്ള ഒരു കൂലിയാണ്. വഅമ്മാ തവാഫുക ബിസ്സഫാ വൽ മർവ,
സഫാ മറുവക്കിടയിൽ സഞ്ചരിച്ചാൽ കഅ്തഖി 70 റഖബ 70 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. അറഫയിൽ നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗമാകാശത്തിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ അവതരണമുണ്ടാകുകയും മലക്കുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയുകയും ചെയ്യും, ഇബാദി ജാഊനി ശുഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖിൻ യർജൂന റഹ്മതി. എൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ അടിമകൾ വന്നത് കണ്ടോ? ഫലൂക്കാലത്ത് ദുനൂബുക്കും കഅദദി റംലി. മണൽത്തരികളോളം അവരുടെ പാപങ്ങളുണ്ടെങ്കിലും, മഴത്തുള്ളികളോളം അവരുടെ പാപങ്ങളുണ്ടെങ്കിലും, കടലിലത്തുള്ളികളോളം അവരുടെ പാപങ്ങളുണ്ടെങ്കിലും ലഗഫർതുഹ, ഞാൻ അവയെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും, പാപം പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വലിമൻ ശഫഅതും ലഹു, നിങ്ങൾ ശുപാർശ ചെയ്തത് ആർക്കൊക്കെ വേണ്ടിയാണോ, നിങ്ങൾ ദുആ ചെയ്യുന്നത്, അവർക്കൊക്കെയും പാപം പുറത്തിരിക്കുന്നു. എന്നിട്ട് പോയി നിങ്ങൾ ജംറ എറിഞ്ഞാൽ ഓരോ ചരൽക്കല്ലിൻ്റെയും കണക്ക് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതുപോലെ തന്നെ നിങ്ങൾ അറിവ് നടത്തുന്നത് നാളെ പരലോകത്തേക്കുള്ള ഒരു കരുതലാണ്. നിങ്ങൾ തലമുണ്ടനം ചെയ്യുന്നത് ഓരോ രോമത്തിൻ്റെയും കണക്കെ നിങ്ങൾക്ക് നന്മ ലഭിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒരു ഹാജിയാർ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി ചെന്നാൽ വഅമ്മാ തവാഫുക ബിൽ ബൈത്തി ബഅദ ദാലിക്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കഅബ തവാഫ് ചെയ്യാൻ വന്നാൽ ഫഇന്നക തതൂഫു വലാ ദംബ ലക്, ഒരു പാപവും ഇല്ലാതെയായിരിക്കും നിങ്ങൾ കഅബയെ തവാഫ് ചെയ്യുന്നത്. യഅതി മലക്കുൻ ഹത്താ യളഅ യദൈഹി ബൈന കതിഫൈക്, ഒരു മലക്ക് വന്നിട്ട് തോളത്ത് കൈവെക്കും. എന്നിട്ട് പറയും ഇഅമൽ ഫീമാ തസ്തഖ്ബിൽ, നിങ്ങൾ ഇനി അങ്ങോട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചോളി. ഫഖദ് ഗുഫിറ ലക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു. അപ്പോൾ ഹജ്ജിൻ്റെ മുഴുവൻ അമലുകളെയും സമീകരിച്ചുകൊണ്ട് ഇത്രയും സമഗ്രമായ ഒരു ഹദീസ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് നമുക്ക് കാണാം. സ്വഹീഹായ ഹദീസാണ് ഇപ്പം ഞാൻ വായിച്ചത്. അപ്പോൾ മഹാന്മാരായ ഇമാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ മിനയിലെയും നാളത്തെ അറഫയിലെയും തുടർന്നുള്ള കർമ്മങ്ങളുടെയും എല്ലാ മൂല്യങ്ങൾ വിശദീകരിച്ചു. ആ മൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഹാജിമാരിൽ നമ്മയും ലോകത്ത് നിന്ന് വന്ന മുഴുവൻ ഹാജിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുവാചകരിൽ നിന്ന് ഈ വർഷം ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ഇവിടെ വരാനും അമലുകൾ നിർവഹിക്കാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മദനീയം ഓൺലൈൻ സംവിധാനത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിരന്തരമായി സ്വലാത്തുകളും ദിക്റും ദുആവും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഖാഫി അവരുടെ എല്ലാ സഈകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും സംരംഭങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനരായ ഒരു ഉസ്താദ് അവர்களுണ്ട്, മറ്റ് ഹാജിമാർ പലരുമുണ്ട്. എല്ലാവരെയും അള്ളാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യുകയും നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. സാധുക്കളായ നമ്മളൊക്കെ വിവിധങ്ങളായ ദീനീ സ്ഥാപന സംരംഭങ്ങൾ കേരളത്തിനകത്തും പുറത്തും യു.പിയിലും ഹരിയാനയിലും ബംഗാളിലും ബീഹാറിലും ആസാമിലും ഒക്കെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. എല്ലാം നല്ല ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന കുറിപ്പുകൾ ഇന്നലെ 2 വർഷം പൂർത്തിയായി. ഇന്ന് 731ാമത്തെ ട്വീറ്റാണ് അല്പസമയം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താനും ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി പഠിക്കാനും വായിക്കാനും അവസരം നൽകാനും അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തി എത്തിച്ചേരാനും ഇതെല്ലാം ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ലത്തീഫ് സഖാഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഏരൂർ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്ന വകയിൽ ഇവിടെ എത്തിച്ചേർന്നതാണ്. വളരെ പ്രതീക്ഷയില്ലാതെയാണ് ഇപ്പോൾ കണ്ടുമുട്ടാനും ഒത്തുകൂടാനും സാഹചര്യമുണ്ടായത്. അൽഹംദുലില്ലാഹ്, ഇതുപോലെ ഒരുപാട് ഖൈറായ സമയങ്ങളിൽ ഖൈറായ നിലക്ക് കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അവിചാരിതമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കിട്ടിയ സന്തോഷത്തിലാണ് മദനീയം കുടുംബം പരിശുദ്ധമായ മിനായുടെ താഴ്വാരത്ത് വെച്ച്
അൽഹംദുലില്ലാ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കുള്ള സമയങ്ങളും സന്ദർഭങ്ങളും അടുക്കും തോറും അൽഹംദുലില്ലാ മദനിയം കുടുംബത്തിന് അള്ളാഹു നൽകിയ വലിയൊരു സന്തോഷമാണ് ഈ നിമിഷം. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ദീനിൻ്റെ ദഅവത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഉസ്താദ് അവറുകൾ. ഇൻഷാ അള്ളാഹ് ഉസ്താദിൻ്റെ പദ്ധതികൾക്കും ഉസ്താദിൻ്റെ വലിയ ആഗ്രഹങ്ങൾക്കും കൂടെ മദനിയം കുടുംബത്തിന് കൂടെ നിൽക്കണം. ഇൻഷാ അള്ളാഹ് വൈകാതെ അക്കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് വിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് വിശാലമായി നമുക്ക് സംസാരിക്കുകയും പറയുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.